കടുത്ത ശത്രുതയും വിദ്വേഷവും നേരിടുന്ന വല്ലാത്ത സമയത്ത് വാവിട്ട് കരയുകയല്ല, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം വിളിച്ചു പറയുവാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. ഇന്നത്തെ പ്രവചനദൂത് ഉജ്ജ്വലമായൊരു ആത്മീക പോരാട്ടത്തിൽ വാഗ്ദത്തങ്ങളെ ഉയർത്തുന്നവന് എത്രത്തോളം വിടുതൽ ദൈവം നൽകും എന്നതിനെക്കുറിച്ചുള്ള ശക്തിമത്തായൊരു മെസ്സേജാണ് പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നത്. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യത്തിൽ പീലാത്തോസിൻ്റെ വിചാരണ കോടതിയിൽ ക്രൂശിക്കപ്പെടുവാൻ തുടങ്ങുന്നതിനോടനുബന്ധമായിരിക്കുന്ന വിചാരണാശിക്ഷ നേരിടുന്ന സമയത്ത് യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യേശു അവനോട്, ഞാൻ ആകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. യേശുവിനോട് നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയോ എന്ന് ആണയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിലാണ് ഈ ഒരു ആൻസർ കർത്താവായ യേശു വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, മുഖപുരയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നേരെ വഹിപ്പാൻ വയ്യാത്ത പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഓർക്കും, ഇത് നമ്മുടെ അവസാനമാണോ, ഇതിൽ നമ്മളങ്ങ് തീർന്നു പോകുകയാണോ? പക്ഷേ ഒരിക്കലെങ്കിലും നിന്നെ ഞാൻ ഉയർത്തുമെന്ന ദൈവത്തിൻ്റെ ശബ്ദം സ്വന്തം ചെവിയിൽ കേട്ട ഒരു കർത്താവിൻ്റെ പൈതൽ എന്ന നിലയിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കിനെ ഈ ലോകത്തിലെ ഏറ്റവും മുദ്രയേറ്റ ശക്തിയുള്ള ഒരു മന്ത്രം പോലെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തിമേറിയ പിടിവള്ളി പോലെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. ആ വാക്ക് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പാകയാൽ ദൈവം ആ വാക്ക് തെറ്റിക്കില്ല. ഏത് സംഘർഷത്തിന് നടുവിലും നിന്നെ ഞാൻ മാനിക്കുമെന്നും നിന്നെ ഞാൻ കൈവിടാതെ ഉയർത്തുമെന്നുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട ദൈവമക്കൾ ജയാളികളായി തീരുക തന്നെ ചെയ്യും. യേശുവിനെ ക്രൂശിക്കുവാൻ തുടങ്ങുന്ന വേളയിൽ കർത്താവിന് നേരെ ഉയർന്നു വരുന്ന വലിയ സംഘർഷം നിറഞ്ഞ സാഹചര്യത്തിൽ യേശു വാവിട്ട് നിലവിളിച്ച് അതുവിധം പിച്ചുംപേയും വിളിച്ചു പറയുകയായിരുന്നില്ല, മൗനം ദീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. യേശുവിന് നിശബ്ദത തന്നെ ന്യായാധിപന്മാരെ വിറപ്പിച്ചതായിട്ട് നമുക്ക് ക്രൂശീകരണ വേദഭാഗങ്ങളിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ അധരത്തിൽ നിന്നും തന്നെക്കുറിച്ചുള്ള തൻ്റെ പിതാവിൻ്റെ അനശ്വര പദ്ധതിയിൽ തൻ്റെ ഭാവി എന്താകുമെന്നത് യേശു വിളിച്ചു പറയാൻ തയ്യാറായി. ജീവിതത്തിലെ ഏറ്റവും കെട്ട നേരത്താണ് എൻ്റെ മേൽ വാഗ്ദത്തം ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയേണ്ടത്. കൂട്ടുകാരുകൂടി കൈകൊട്ടിപ്പാടുന്ന സ്നേഹസദ്യകളിലല്ല നിങ്ങളത് വിളംബരം ചെയ്യേണ്ടത്. കൂട്ടായ്മകളിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളോട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളോട് നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എത്ര വലുതാണെന്നുള്ളത് പ്രഖ്യാപിക്കുക തന്നെ വേണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, മഹാസർപ്പത്തോട് ദൈവത്തിൻ്റെ മക്കൾ നടത്താൻ പോകുന്ന യുദ്ധത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ഒന്ന്, കാൽവറി ക്രൂശിൽ ഒഴുകപ്പെട്ട യേശു എന്ന ദൈവകുഞ്ഞാടിൻ്റെ പരിശുദ്ധമായ രക്തമാണ്. രണ്ടാമത്തേത് അവരുടെ സാക്ഷ്യവചനമാണ്. അവർ അവനെ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും ജയിച്ചു. അപ്പോൾ ഒരു സാക്ഷിക്കപ്പെടുവാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, എൻ്റെ മേൽ വാഗ്ദത്തമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ തകരുകയില്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള കരുത്തുണ്ടെങ്കിൽ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് ഏത് മരണകരമായ സാഹചര്യത്തോടും മാരകരോഗത്തോടും പോരാടുന്ന വേളയിൽ നിങ്ങൾക്ക് പറയാനുള്ള ആർജവത്വമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന അധരത്തിൻ്റെ ഫലത്തെ ദൈവം സൃഷ്ടിക്കുകയും നിങ്ങളെ കീഴടക്കാൻ വരുന്ന ദുഷ്ടശത്രുവിൻ്റെ മേൽ നിങ്ങളെ ജയാളികളായി ഉയർത്തുകയും ചെയ്യുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം കേട്ടവർ മൗനം ദീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനം കേട്ടവർ മിണ്ടാതിരിക്കരുത്. അത് എന്നേലും നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് വെച്ചുമാറ്റി വെക്കാനുള്ളതല്ല, അതിനെ അവധിക്ക് പറഞ്ഞു വിടാനുള്ളതല്ല, അതിനെ മൗനക്കോട്ടയിൽ അടച്ച് സൂക്ഷിക്കാനുള്ളതല്ല. പകരം അത് പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. എവിടെ പ്രഖ്യാപിക്കപ്പെടണം? ജീവിതത്തിൻ്റെ സമരരംഗങ്ങളിൽ അത് പ്രഖ്യാപിക്കപ്പെടണം. ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളുടെ നേരെ അത് പ്രയോഗിക്കപ്പെടണം. നിങ്ങൾക്ക് നേരെ പോരാടാൻ വരുന്ന ഏത് സർപ്പശക്തികൾക്ക് നേരെയും നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ നീ അഴിച്ചുവിടേണ്ടതായിട്ടുണ്ട്. പറയുമ്പോഴാണ് വാഗ്ദത്തങ്ങൾ പലപ്പോഴും സജീവമാകുന്നത്. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന, മുദ്ര വെച്ചിരിക്കുന്ന ഇത്തരം വാക്കുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുന്നത് നിങ്ങളത് വിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോഴാണ്. അപ്പോൾ
വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്കത് മറച്ചു വെക്കാനുള്ളതല്ല, നീ അത് വിളംബരം ചെയ്യേണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ. ആരോട് വിളംബരം ചെയ്യണം? അസൂയാലുക്കളായ കുറെ മനുഷ്യരോടല്ല. നിന്റെ ജീവിതത്തിന് നേരെ പോരാട്ടത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അധമശക്തികൾക്ക് നേരെ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യക്തിപരമായ ഉറപ്പാണ്. ദൈവം തന്നിരിക്കുന്ന വാക്കാണ്. ആ വാക്ക് ദൈവം പാലിക്കും. കാരണം എൻ്റെ കർത്താവിൻ്റെ പേര് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്നും വാക്കു മാറാത്തവനുമെന്നുമാണ്. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തി വെച്ചിരിക്കുന്നുവല്ലോ. 138-ാം സങ്കീർത്തനത്തിൽ നാം അങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ വാഗ്ദത്തങ്ങളിൽ ബലം പ്രാപിക്കുക. യേശു തന്നെ കൊല്ലാക്കൊല ചെയ്യുവാൻ വേണ്ടി ഇരിക്കുന്നവനോട്, തന്നെ ക്രൂശ് മരണത്തിന് വിധിക്കാനിരിക്കുന്ന ന്യായാധിപനോടൊക്കെ പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്കെന്താണെന്നറിയാമോ? ദൈവം എന്ന മഹാശക്തി, സർവശക്തന്റെ വലതുഭാഗത്ത് ഞാൻ ഇരിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അതായത് ദൈവമെന്ന മഹാശക്തി തൻ്റെ തൊട്ടരികത്തേക്ക് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, എൻ്റെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവമെന്ന മഹാശക്തി എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ഇതിങ്ങനെ തന്നെ പറയണം. യേശുവോടെ ദൈവത്തെ സർവശക്തനെന്ന് തന്നെയാണ് പ്രഖ്യാപനം ചെയ്തത്. ആമേൻ. എൽ ഷദായി ആയിരിക്കുന്ന ആ മഹാദൈവത്തെ തന്നെയാണ് യേശു ക്രിസ്തു അവിടെ വിളംബരം ചെയ്തിരിക്കുന്നത്. ദൈവമെന്ന മഹാശക്തി എൻ്റെ കൂടെയുണ്ട്. ആമേൻ. അവൻ എൻ്റെ വലതുഭാഗത്ത് തന്നെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ആയതിനാൽ ഇതിനപ്പുറവും ഞാൻ ഉയരുക തന്നെ ചെയ്യും. ഇതാണ് നിലപാട്. നിങ്ങൾ എന്നെ തകർക്കാൻ നോക്കുമ്പോൾ എന്നെ ഉയർത്താൻ വേണ്ടി ജാഗരിക്കുന്ന നിങ്ങളെക്കാൾ ബലവാനായ മറ്റൊരാളുണ്ട്. നിങ്ങളെന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് തീരുമാനിച്ചിരിക്കുന്ന മറ്റൊരാളെൻ്റെ കൂടെയുണ്ട്. നിങ്ങളുടെ മുഴുവൻ സൈനിക ബലങ്ങൾ എനിക്ക് നേരെ അണിനിരത്തിയാലും എനിക്ക് അനുകൂലമായി നിൽക്കുന്ന സർവശക്തൻ്റെ ബലമുണ്ട്. ആ ബലം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ ഉയരണമെന്നതാണ്. എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് മീതെ ഞാൻ വാഴണമെന്നതാണ്. ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ ബലത്തിൽ നീ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നീയാണ് ജേതാവ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് ശ്ലീഹായിലൂടെ നമ്മളോട് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതമായ ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പോൾ ദൈവശക്തിയെക്കുറിച്ചുള്ളതായ തിരിച്ചറിവ് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായാൽ തെറ്റിപ്പോകുന്നു എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ ശക്തി നിനക്ക് അനുകൂലമാണ്. അത്യുന്നതന്റെ ശക്തി കടാക്ഷം നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. തൻ്റെ കരത്തിൽ ദൈവം നിന്നെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കെ നിന്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിനക്കൊരു തകർച്ചയ്ക്ക് കാരണമാകില്ല. ദൈവത്തിന്റെ കുഞ്ഞെ, അത് നിന്നെ കൂടുതൽ ഉയർച്ചകൾ പ്രാപിക്കുവാൻ തന്നെ പ്രാപ്തനാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്ക് യേശു പറഞ്ഞത് എന്തുവാ? ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും, അടുത്ത വാക്ക്, ആകാശം മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ആകാശം മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. കുതിരകൾ മാത്രം കെട്ടിവലിക്കുന്ന കേവല രഥങ്ങളിൽ മാത്രം യാത്ര ചെയ്തിരിക്കുന്ന പീലാത്തോസിനോ അവനും മീതെയുള്ള കൈസറിനോ 1000 ജന്മമെടുത്താൽ സങ്കല്പിക്കാൻ പോലും വയ്യാത്ത ഒരു വലിയ കാര്യമാണ് യേശു വിളിച്ചു പറയുന്നത്. ഏത് ഭീമാകാരമായ തിരക്കകത്തും നിലയ്ക്ക് നിർത്താമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടെ കപ്പൽ കൂട്ടങ്ങളെ ഉറപ്പിക്കുന്ന ഏത് നങ്കൂരത്തിൽ കിട്ടുന്ന വലിയ കയറുമായി ഇറങ്ങി പുറപ്പെട്ടാലും ഒരൊറ്റ ആകാശമേഘങ്ങളെ നിങ്ങൾക്ക് വരുതിയിൽ നിർത്തുവാനോ അതിലൊന്നിനെ പോലും നിങ്ങൾക്ക് ബന്ധിക്കുവാനോ കഴിയുകയില്ല. ആകാശത്തിൽ പാറിപ്പറക്കുന്ന മേഘമണ്ഡലങ്ങളിൽ ഒന്നിനെ പോലും നിങ്ങൾക്ക് കെട്ടിയമർച്ച ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ ആ മേഘങ്ങളെ എൻ്റെ നേരാക്കി ഞാൻ വരുന്ന വലിയ കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും. ആമേൻ. നിന്റെ തലയ്ക്ക് മീതെ വിധി പറയാനിരിക്കുന്നവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് നിന്നെ ഉയർത്തുന്ന സർവശക്തനായ പിതാവ് നൽകുന്ന മഹാവാഗ്ദാനത്തിൽ എത്രത്തോളം വലിയൊരു ഭാവിയാണ് എനിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയാനുള്ള ധൈര്യവും നട്ടലും തൻ്റെ ഇടവും കർത്താവിൻ്റെ കുഞ്ഞെ ഇന്ന് രാവിലെ നിനക്കുണ്ടാകട്ടെ. അവരുടെ ഭീഷണി വാക്ക് കേട്ടും മടുക്കാതെ, ഇവരങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടും അത് സങ്കടപ്പെട്ടു പോകാതെ, അവരുടെയും ഇവരുടെയും ഭീഷണി വാക്കുകൾക്ക് നടുവിൽ ദിഗന്ധങ്ങൾ പിളരുമാറും നീ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്നെ ഞാൻ കൈവിടത്തില്ലെന്ന് പറഞ്ഞൊരു യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ പറഞ്ഞതാണ് നിന്റെ മേൽ നടക്കാൻ പോകുന്നത്, നടപടിയാകാൻ പോകുന്നത്. ഹല്ലേലൂയ. നിനക്കൊന്നും 1000 ജന്മമെടുത്താലും സ്വപ്നം കാണാൻ കഴിയാത്ത മഹത്വത്തിൽ ഞാൻ ഉയർത്തി തിരിച്ചു വരുന്ന കാഴ്ച നീ കാണും.
മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. കാതങ്ങൾ പിന്നിടുമ്പോൾ കിതച്ചു പോകുന്ന കുതിരക്കൊളമ്പടികളുടെ കാര്യമല്ല കർത്താവ് ഈ പറയുന്നത്. ഭൂതലമൊക്കെയും ഞെട്ടിവിറയ്ക്കുന്ന നിലയിൽ ഇടിമിന്നലും മിന്നലുളികളും പുറപ്പെട്ടു വരുന്ന മേഘമണ്ഡലങ്ങളിൽ കടിഞ്ഞാണിട്ട് പായിക്കുന്ന കുതിരയെപ്പോലെ ആകാശശക്തികളെ തൻ്റെ അധികാരപരിധിയിൽ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന മഹാധിപതിയായ ക്രിസ്തുവിൻ്റെ മഹാശക്തിയെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഞാനാണത്, എനിക്കത് കഴിയും. ആകാശമേഘങ്ങളെ ഞാൻ വാഹനമാക്കി വരുന്നത് ഈ ഭൂതലമൊക്കെയും കാണും. അർദ്ധപ്രാണനെ പോലെ രക്തമൊഴുകുന്ന മുറിവുകളുമായി ദേഹമാസകലം ചതഞ്ഞുടയപ്പെട്ടതായ ശാരീരിക അവസ്ഥയിൽ നിന്റെ മുമ്പിൽ ചോര വാർന്ന് ഇഞ്ചോടിഞ്ഞ് മരണത്തിലേക്ക് നടുനടുക്കുന്ന എൻ്റെ ജീവിതത്തിന് വിധി പറയാൻ നീ ആളായെന്ന് വിചാരിക്കേണ്ട. ഏത് രക്തം വാർന്നൊഴുകുന്ന മുറിവിനും അപ്പുറത്ത് കരുത്തോടെ പിന്നെ ഈ മരണത്തെ ജയിച്ച് തിരിച്ചു വരുന്ന ഒരു ഭാവി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാവി സംഭവിക്കേണ്ടത് തന്നെയാണ്. മരണം ജയിക്കേണ്ടവനാണ്. അങ്ങനെയാണെങ്കിൽ മരണത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. രോഗം ജയിക്കേണ്ടവനാണെന്നുള്ളൊരു വിധി നിന്റെ മേലില്ലേ, നീ ജയിക്കുക തന്നെ ചെയ്യും. ക്യാൻസർ ജയിക്കേണ്ടവനാണെന്നുള്ളൊരു എഴുത്ത് നിന്റെ മേലില്ലേ, ജയിക്കുക തന്നെ ചെയ്യും. ദാരിദ്ര്യം ജയിക്കേണ്ടവനാന്നുള്ളൊരു വാഗ്ദത്തം നിന്റെ തലമേലുണ്ടോ, അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വാഗ്ദത്തമുണ്ടോ, നീ ദാരിദ്ര്യം ജയിക്കുക തന്നെ ചെയ്യും. 1000 പേർ എഴുതിയിട്ടും തോറ്റുപോകുന്ന പരീക്ഷകൾക്കകത്ത് ഞാനും തോറ്റുപോകുമെന്നല്ല ചിന്തിക്കേണ്ടത്. 1000 ഒരു വശത്തും 10,000 മറുവശത്തും വീഴുമ്പോഴും എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ലെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ ജയം ഉറപ്പിക്കുന്നൊരു വാഗ്ദാനം എന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതിൽ ജയം എൻ്റേത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിക്കുന്നതും മരിക്കുന്നതും തങ്ങളുടെ കയ്യാൽ വകവരുത്തുന്നതും കാണാൻ നോക്കി നിൽക്കുന്നവന്മാരോട് യേശു പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളൊരു കാഴ്ച കാണും. നിങ്ങൾ ആകാശമേഘങ്ങളെ വാഹനമാക്കി ഞാൻ വരുന്ന എൻ്റെ മഹത്വം നിങ്ങൾ കാണും. അതായത് ഇന്നത്തെ കാഴ്ച കൊണ്ട് കഥ തീരുന്നില്ല. പാർട്ട് 2 ഉടൻ വരുന്നുണ്ട്. 3 ദിവസത്തിനപ്പുറം പാർട്ട് 2 വരുന്നുണ്ട്. ഇന്ന് നിന്നെ അനുഭവിപ്പിക്കുന്ന ഞെരുക്കുന്ന പ്രശ്നത്തിൻ്റെ മേൽ ഇന്നും നാളെ മറ്റന്നാൾ ദൈവത്തിൻ്റെ കൃപയാൽ നീ പുറത്തു വരും. അടുത്ത 3 ദിവസങ്ങൾക്കപ്പുറത്ത് അതിശക്തമായൊരു ദൈവിക വിടുതലുമായി ഇന്ന് ചില കുടുംബങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ പോകുകയാണ്. വലിയ ചില നിന്ദകൾക്ക് അടുത്ത 3 ദിവസത്തിനകം പരിഹാരം വരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ സ്പഷ്ടമായി പറയുന്നു, തനിക്ക് നേരെ ഉയർന്നു വന്ന വിധിന്യായങ്ങളുടെ നേരെ ധൈര്യപൂർവ്വം നിന്ന യേശുവിനെ പോലെ നിങ്ങൾ നിൽക്കുക. വാഗ്ദത്തം എനിക്കുണ്ട്, ജയം എൻ്റെ പേർക്ക് കർത്താവ് തീരെഴുതി വെച്ചിരിക്കുകയാണ്. വിധിക്കാനും അധികാരം നടത്താനും ഞാൻ ആളായെന്ന് നിരൂപിച്ചിരിക്കുന്ന പീലാത്തോസിനോട് യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. ഇന്നത്തെ ഈ ദൈവിക ദൂത് ദൈവം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മക്കളുള്ള കർത്താവിൻ്റെ ശക്തിയുടെ സന്ദേശമാണ്. ഭയപ്പെടാതെ നിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ഒരു ഭയങ്കര സന്തോഷവും ധൈര്യവും നിങ്ങളുടെ അകത്ത് നിറയട്ടെ. കർത്താവ് നിങ്ങളെ തോൽവിക്ക് വിട്ടുകൊടുക്കുകയില്ല. ദൈവം നിങ്ങളെ തകർച്ചയ്ക്ക് ഏൽപ്പിക്കില്ല. ഒരു അനുഗ്രഹീതമായ മടങ്ങിവരവ് നിൻ്റെ ജീവിതത്തിൽ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് നൽകിയ പരിശുദ്ധ വചനത്തിൻ്റെ മഹാശക്തിയിൽ ഞങ്ങളുടെ ആത്മാവിന്ന് രാവിലെ ബലം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേരെ ഉടലെടുക്കുന്ന സകല അഗ്നിപരീക്ഷകളുടെയും എതിർപ്പോരുകളുടെയും നടുവിൽ ഗ്ലോറി ടു ജീസസ്, അതിശക്തമായൊരു വിടുതൽ നൽകി നീ ഞങ്ങളെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം. അതരമന ജഗൽഖനാതനരക ശബ്ദനൈ ജഗൽഖരാദീപപ്രധാനിയ. പ്രതിക്രിയ കണ്ട് സന്തോഷിക്കുവാൻ നീതിമാനെ പ്രാപ്തനാക്കുന്ന കർത്താവ്, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേലൊരുക്കുന്ന എല്ലാ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹാകൃപയിൽ നിൻ്റെ മക്കളെ മറച്ചുകൊള്ളണമേ, എല്ലാം നന്മയ്ക്കാക്കി തീർക്കണം. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വലിയ ചില സംഘർഷങ്ങളുടെ മേൽ വിടുതൽ നടന്നിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അവർ കടന്നു പോകുന്ന വല്ലാത്ത ചില സാഹചര്യങ്ങളുടെ മേൽ വലിയ വിടുതലുകളായതായിട്ട് കർത്താവിനോട് പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുക. ഇപ്പോൾ തലയ്ക്ക് മീതെ കയറി വന്നേക്കുന്ന ഒരു ചുക്കും ചെയ്യുകയില്ല. കർത്താവ് കൂടെ ഇരിക്കും. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിലേക്ക് വരണം. കോട്ടയത്ത് നടക്കുന്ന ആരാധനയിൽ വിടുതൽ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നേക്കരുത്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.